ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. രണ്ടുവട്ടം 2-ാം വാരം വ്യാഴം. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഒരിക്കൽ എറണാകുളം ജില്ലയിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു കുടുംബത്തിലാണ് ഇത് സംഭവിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ 2 നവദമ്പതികളിൽ ഭാര്യയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചപ്പോൾ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവളെ ഉപേക്ഷിക്കുവാനായിട്ട് അവനോട് നിർബന്ധിച്ചു. പക്ഷേ തൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് വിവാഹമോചന പത്രം കീറുകയും അവളെ തലോടിയിട്ട് ശിരസിൽ സ്പർശിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാനുണ്ട് നിന്റെ കൂടെ, വിരലുകളിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ ആ സ്ത്രീ ഇന്നും ആ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടുകൂടെ അതേ കുടുംബത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. വൈദ്യശാസ്ത്രമല്ല അവളെ രക്ഷിച്ചത്, മറിച്ച് തൻ്റെ ഭർത്താവിൻ്റെ തലോടലായിരുന്നു, സ്നേഹത്തോടെയുള്ള ആ ഒരു സ്പർശനമായിരുന്നു. അതെ, സ്നേഹസ്പർശനം ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും മറ്റനേകം സുവിശേഷ ഭാഗങ്ങളിലും യേശുക്രിസ്തു മനുഷ്യരെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തു സ്നേഹത്തോടെ സ്നേഹത്തെ പ്രതി നമ്മെ സ്പർശിക്കുന്നു. നാം അവനെ സ്പർശിക്കുന്നുണ്ടോ? സ്പർശിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് കാരണത്താലാണ്? ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാനായിട്ട് അതിയായിട്ട് ആഗ്രഹിച്ചു എന്ന്. അപ്പോൾ രോഗം ഇല്ലാത്തവർ അവനെ സ്പർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലേ? അല്ലെങ്കിൽ അന്ന് ശ്രമിച്ചില്ലേ? കർത്താവ് നമ്മുടെ സ്പർശനം ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നാം കർത്താവിനെ സ്പർശിക്കാൻ കർത്താവും ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിയായവരെല്ലാവരും ക്രിസ്തുവിനെ സ്പർശിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവനെ മനുഷ്യൻ സ്പർശിച്ചത് ആകെ ഒറ്റിക്കൊടുക്കലിൻ്റെ ചുംബനം കൊണ്ടും ചാട്ടവാറടി കൊണ്ടും കുന്തം കൊണ്ടുമൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ സ്വന്തം കുറവുകൾ മാറ്റാൻ വേണ്ടിയുമായിരുന്നു. അവനോടുള്ള സ്നേഹത്തെ പ്രതി ആരും അവനെ ഇതുവരെയും സ്പർശിച്ചിട്ടില്ലായിരുന്നു. ഏറെ കുറച്ചു പേർ മാത്രം, അത് തൻ്റെ മാതാപിതാക്കളും പിന്നെ അന്ന് അവസാനം ഒരു തൂവാല കൊണ്ട് തൻ്റെ രക്തം പുരണ്ട മുഖം തുടച്ച ആ വെറോനിക്കായും പിന്നെ തൻ്റെ തോളിൽ ചാരിക്കിടന്ന സ്നേഹിതനായ ആ യോഹന്നാനും. ക്രിസ്തു നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മെ സ്പർശിക്കുന്നുണ്ട്. നാം അങ്ങനെയല്ല. പക്ഷെ നാം ക്രിസ്തുവിനെ സ്പർശിക്കുന്നത് അതിനു വേണ്ടിയല്ല, പക്ഷേ സ്വാർത്ഥമായിട്ടുള്ള എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നാം അവനെ തൊടുന്നത്. അതുകൊണ്ടായിരിക്കും അന്ന് അസീസിയിലെ ആ തെരുവീതികളിലൂടെ ആ യുവാവ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ പാടി നടന്നത്, സ്നേഹമേ, സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ എന്ന്. അന്ന് എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ട്, തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബധിരനും മൂകനുമായ മനുഷ്യനെ യേശുക്രിസ്തു സ്പർശിച്ചുകൊണ്ട് അവനൊരു പുതിയ ജീവൻ നൽകി, അവനോടുള്ള സ്നേഹത്തെ പ്രതി. അങ്ങനെയാണെങ്കിൽ നാം എന്നാണ് സ്നേഹത്തെ പ്രതി ഹൃദയം തുറന്നുകൊണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഹൃദയം തുറന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത്? അതെ, ക്രിസ്തു നമ്മുടെ സ്പർശനത്തിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ക്രിസ്തു നമ്മെ സ്പർശിക്കുവാനായിട്ട് വരുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ കുർബാന. അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാനായിട്ട് അവൻ ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ദിവ്യകാരുണ്യമായിട്ട് മാറി നമുക്കും ക്രിസ്തുവിനെ സ്പർശിക്കുന്നവരായിട്ട് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.